ഹലോ ഡേഡീസ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ആദ്യത്തെ ദിവസമായ ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും എല്ലാം തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിൽ ആണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി അതിൻ്റെ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 200 പോയിന്റിലേറെ ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. 22,528 എന്ന റേഞ്ചിൽ നിന്ന് 200 പോയിന്റിലേറെ ഇടിവ് രേഖപ്പെടുത്തി 22,319 നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസിംഗ് ഉള്ളത്. നിഫ്റ്റി 160 പോയിന്റ് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും സെൻസെക്സ് 616 പോയിന്റ്. സെൻസെക്സിൻ പോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും 500 പോയിന്റ്. ബാങ്ക് എക്സ് ഇന്നത്തെ എക്സ്പയറി ആയിട്ടുള്ള സെൻസെക്സിൻ്റെ ബാങ്കിങ് കമ്പനികളുടെ ഇൻഡെക്സ് ആയിട്ടുള്ള ബാങ്ക് എക്സും ഏകദേശം ഒരു 600 പോയിന്റിന് മുകളിൽ ഇന്ന് ഫോൾ രേഖപ്പെടുത്തി. ആദ്യത്തെ ദിവസം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് നമ്മൾ കണ്ടത്. NSEയിൽ ഏകദേശം 409 കമ്പനീസ് മാത്രമാണ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. 1857 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. നിഫ്റ്റിയിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ചുള്ള കമ്പനീസ് അപ്പോളോ ഹോസ്പിറ്റൽ, നെസ്ലെ, SBI ലൈഫ്, സിപ്ല, ബജാജ് ഫിൻസർവ് തുടങ്ങിയ കമ്പനീസ് 1% മുതൽ 2.5% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ബജാജ് ഓട്ടോ, പവർ ഗ്രിഡ്, ടാറ്റ സ്റ്റീൽ, SBI തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 3.5% വരെയുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. നമുക്ക് ഗ്ലോബൽ അപ്ഡേറ്റ്സും മറ്റുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം എല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമ്മളുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. പൊതുവെയുള്ള ഗ്ലോബൽ വാർത്ത, ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $2,200 പെർ ഔൺസിന് മുകളിലാണ്. ജപ്പാൻ മാർക്കറ്റ് ഇന്ന് ഏകദേശം ഒരു 3%-ലേറെ ഇടിവ് രേഖപ്പെടുത്തി. അവിടുത്തെ മോശം GDP കാരണം. കൂടാതെ തന്നെ US മാർക്കറ്റും അവിടെ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരാനിരിക്കെ US മാർക്കറ്റിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഉള്ളത് ഇതുവരെ. നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് HDFC ബാങ്കിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. രാജ്യത്തിലെ ഏറ്റവും വലിയ ബാങ്ക്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എലൈറ്റ് ഗ്രൂപ്പിലുള്ള കമ്പനിയാണ് HDFC. അപ്പോൾ HDFC പല ഡൗൺഗ്രേഡ് ചെയ്തതിനെ തുടർന്ന് ഫോളായി. അതിനുശേഷം നല്ലൊരു റിക്കവറി നടത്തി ബാങ്ക് നിഫ്റ്റിനെയും മുകളിലേക്ക് കൊണ്ടുപോയി ഇരുന്ന ഒരവസ്ഥയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രോക്കറിംഗ് സ്ഥാപനമായിട്ടുള്ള CLSA എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം HDFCനെ ഡൗൺഗ്രേഡ് ചെയ്തതായിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. ടാറ്റ ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ ഇന്ന് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. ടാറ്റ കെമിക്കലും ഉൾപ്പെടെയുള്ള കമ്പനീസ്, പ്രധാനമായിട്ടും ടാറ്റ സണ്ണിൻ്റെ എല്ലാം തന്നെ ലിസ്റ്റിംഗ് വൈകും എന്നുള്ളൊരു ന്യൂസാണ് ടാറ്റ ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ ഇന്ന് വലിയ ഉണർവില്ലാതെ വലിയൊരു ഇടിവിന് കാരണമായിട്ടുള്ളത്. ദ്വാരക ഷുഗർ കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തി. കമ്പനിയുടെ ഷെയർ ബൈബാക്ക് കമ്പനി പ്രഖ്യാപിച്ചു. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് തന്നെ കമ്പനിയുടെ സ്റ്റോക്കുകൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു പ്രതിഭാസമാണ് ഷെയർ ബൈബാക്ക്. PSE സ്റ്റോക്കുകളും ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിൽ തന്നെ പോയിട്ടുണ്ട്. കൊട്ടാക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സെക്യൂരിറ്റി സ്ഥാപനം PSU സ്റ്റോക്കുകളെ ഡൗൺഗ്രേഡ് ചെയ്തതാണ് കാരണം. LIC എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് സെഗ്മെൻറ്റ് തന്നെ ഒരു പുതിയൊരു ഉണർവിലേക്ക് വരികയാണ്. ഇതിന് പ്രധാന കാരണം ഈ ഹെൽത്ത് ഇൻഷുറൻസ് സെഗ്മെൻറ്റിൽ ഏകദേശം ഒരു 60%-ഓളം വിപണി പങ്കാളിത്തമുള്ളതും ഹെൽത്ത് ഇൻഷുറൻസിൽ ഇപ്പോഴും 60% ബിസിനസ് കൈവശം വെച്ചിരിക്കുന്നത് LIC ആണ്. ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും, എസ്പെഷ്യലി ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ ഈ ഒരു LIC തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിലെ കൊണ്ട് ഏകദേശം അവരുടെ പുതിയ റിപ്പോർട്ട് വന്നപ്പോൾ 67% അവരുടെ പ്രീമിയത്തിൽ ഒരു ഗ്രോത്ത് കണ്ടു എന്നുള്ളതാണ് ന്യൂസ്. RVNL കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തി. നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. മധ്യപ്രദേശിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റെയിൽവേയുടെ ഒരു പുതിയ ഓർഡർ കിട്ടി. TVS കമ്പനി അവർ ഡിവിഡൻഡ് കൊടുക്കുകയാണ്. മാർച്ച് 19 ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. ഒരു ഷെയറിന് 8 രൂപ എന്ന നിരക്കിലാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ദിലീപ് ബിൽക്കോൺ കമ്പനി തമിഴ്നാടിൽ നിന്ന് ഒരു ഏകദേശം 548 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. പവർ ഗ്രിഡ് രാജസ്ഥാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു പുതിയ ഒരു പവർ പർച്ചേസ് സ്കീം അവർ സൈൻ ചെയ്തു. ആംബർ ഇൻഡസ്ട്രീസ് പ്രമുഖ എയർ കണ്ടീഷൻ മേക്കേഴ്സാണ് ആംബർ. അപ്പോൾ അവർ എല്ലാം തന്നെ അടുത്ത ഒരു 2 വർഷത്തോടു കൂടിയിട്ട് ഇവരുടെ റവന്യൂ ഏകദേശം ഒരു ഡബിൾ ആക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആംബർ ഉൾപ്പെടെയുള്ള AC നിർമ്മാണ കമ്പനീസ് വലിയ ഒരു പ്രതീക്ഷയോടെയാണ് ഈ ഒരു കാലഘട്ടത്തെ കാണുന്നത്. കാരണം ഇന്ത്യയിൽ, കേരളത്തിൽ ഉൾപ്പെടെ വളരെയധികം ശക്തമായ ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ AC വിൽപ്പന ഈ തവണയും പൊടി പിടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. JSW സ്റ്റീൽ ഇന്ത്യയിൽ MG മോട്ടോഴ്സായിട്ട് ഏകദേശം 5000 കോടി രൂപയുടെ ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ് പ്രോഗ്രാം അവർ ധാരണയായി.
സെബി T+0 സെറ്റിൽമെൻറ്റ് മാർച്ച് 28 കൂടിയിട്ട് ചെയ്യുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ T+0 സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചാൽ T+2 എന്ന് പറയുന്നത് പഴങ്കഥയാവും, പെട്ടെന്ന് തന്നെ സെറ്റിൽമെൻ്റ് ആവും, ഇന്ന് വാങ്ങിച്ചതിന് ഇന്ന് തന്നെ പ്ലജ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറും. ഇതെല്ലാം തന്നെ മാറുന്നത് നമ്മളുടെ ട്രേഡിംഗ് ടൈം ഉയർത്തുകയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓട്ടോ എക്സ്പയറിയൊക്കെ വിടുമ്പോൾ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഡേ ആണ് ഫണ്ട് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി ആണ്. ഇന്ന് ആരെങ്കിലും ഓട്ടോ എക്സ്പയറിക്ക് വിട്ട് കഴിഞ്ഞാൽ 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് എക്സ്റ്റെൻഡ് മാർക്കറ്റ് അവേഴ്സിൽ ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആവുന്ന സമയത്ത് വീണ്ടും ഫണ്ട് തിരിച്ച് വരത്തക്ക രീതിയിൽ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരണം. എന്നാൽ മാത്രമാണ് ഓഷൻ റൈറ്റേഴ്സിന് അത് ഗുണകരമാകുള്ളൂ. ടിറ്റിഗ്രാഗ് റെയിൽ കമ്പനിക്ക് 1900 കോടി രൂപയുടെ ഓർഡർ കിട്ടി. മാൻകൈൻഡ് ഫാർമ കമ്പനി ആസ്ട്രസെനിക്ക ആയിട്ട് ആസ്മക്കുള്ള ഒരു പുതിയ മെഡിസിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചു. സോളാർ ഇൻഡസ്ട്രീസ് പുതിയൊരു ഓർഡർ കിട്ടി, 455 കോടി രൂപയുടെ ഓർഡർ. അദാനി ഗ്രീൻ കമ്പനി അവർ 9478 മെഗാവാട്ട് കപ്പാസിറ്റി അവരെ ഓപ്പറേഷൻ കപ്പാസിറ്റി അവർ അക്യൂർ ചെയ്തു, അല്ലെങ്കിൽ അവർ അച്ചീവ് ചെയ്തു എന്നുള്ള ന്യൂസ്. ബിറ്റ്കോയിൻ 21,000 എന്ന റേഞ്ചിലേക്ക് എത്തി എന്നുള്ളതാണ്. ബിറ്റ്കോയിൻ്റെ ഒരു റാലി അതൊരു 30,000 ക്രോസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ നമ്മളത് ഫോക്കസ് ചെയ്യുന്നതാണ്, നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് 71,000 എന്ന നിലയിലേക്കാണ് പോയിട്ടുള്ളത്. സെയിം ടൈം ഗോൾഡും ഉയർന്നു പോവുകയാണ്. അപ്പോൾ ആളുകൾ പുതിയതായിട്ട് ഫണ്ട് ബിറ്റ്കോയിനിലോ ഗോൾഡിലോ ഇടുന്നതാവില്ല. ഇക്വിറ്റിയിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്ത് ഗോൾഡും ബിറ്റ്കോയിനിലും ഇടുന്നതാകാം. അപ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കാരണം ഇന്നൊക്കെ ജപ്പാൻ മാർക്കറ്റ് 3% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ ഗ്ലോബൽ മാർക്കറ്റുകളും കൂടാതെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റുകളും എല്ലാം തന്നെ നമുക്ക് പരിശോധിക്കാം. കോഴിക്കോടും കൊച്ചിയിലായിട്ട് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യാം, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം, നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് നാളത്തെ എക്സ്പയറി ഉള്ള ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. സ്പോട്ട് ഉള്ളത് 20,862 എന്ന റേഞ്ചിലാണ്. PCR 0.7 ആണ്. മേജർ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 21,000 ആണ്. 21,000 കണ്ട ലോങ് ബാറുള്ള റെഡ് ക്യാൻഡിൽ കാണാം, അത് റെസിസ്റ്റൻസ് ആണ്. അതായത് 21,000-ന് മുകളിൽ പോകില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആളുകൾ കൂടുതൽ വിശ്വസിക്കുന്നത്. നിഫ്റ്റിയിലേക്ക് കിടക്കുമ്പോൾ നിഫ്റ്റിയും ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റിൽ കണ്ട പോലെ തന്നെ നിഫ്റ്റിയും PCR 0.7 ആണ്. എന്താണ് PCR? പുട്ട് കോൾ റേഷ്യോ ആണ്. അതെന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ട് 22,350 ആണ്. കോളാണ് കൂടുതൽ ഷോർട്ട് ചെയ്തിട്ടുള്ളത്. 4.45 ക്രോഡ്സ് ആണ് കോൾ ഷോർട്ട് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയും 22,500 ആണ് മേജർ റെസിസ്റ്റൻസ് സോൺ ഉള്ളത്. അപ്പോൾ നിഫ്റ്റിയും ആളുകൾ കൂടുതൽ ഷോർട്ട് ചെയ്തതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഫിനാൻഷ്യൽ നിഫ്റ്റിയും. അപ്പോൾ 13 ആണ് ഇന്ത്യ വിക്സിൻ്റെ നിൽപ്പ്. അപ്പോൾ ഇന്ത്യ വിക്സ് ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ഇലക്ഷൻ വരുന്നതിനോട് കൂടിയിട്ട് ഈ ഇന്ത്യ വിക്സ് സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള സാധ്യതകളൊന്നുമില്ല, മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. ഇന്ന് ഇന്ത്യ വിക്സിൽ വലിയൊരു കാതലായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇന്നും വന്നിട്ടില്ലെങ്കിൽ കൂടിയും ഇന്ന് ഒരു 2.81% ഒരു സ്പൈക്കാണ് ഉണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങൾ വളരെയധികം കെയർഫുൾ ആവുക. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് കാണാം. താങ്ക് യു ഓൾ.